അല്ല സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കലും വോട്ട് ചോദിക്കലുമാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ? എന്നാൽ കേരള BJPയിലെ പുതിയ കഥകൾ കേട്ടാൽ തോന്നും ഇവിടുത്തെ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഫണ്ട് എങ്ങനെ വകമാറ്റി സ്വന്തം അക്കൗണ്ടിലാക്കാം എന്നതാണ്. അതെ, കൊടകര കുഴൽപ്പണ കേസിന്റെ നാണക്കേടൊന്ന് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്ത 12 കോടിയുടെ വൻ ഇലക്ഷൻ ഫണ്ട് തട്ടിപ്പ് ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ബോംബ് പോലെ പൊട്ടി വീണിരിക്കുകയാണ്. ഇവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു കോമഡി കളി നമ്മൾ കാണേണ്ടത്. കേരളത്തിന് അർഹതപ്പെട്ട ബഡ്ജറ്റ് വിഹിതം എയിംസ് ഹോസ്പിറ്റലിലും ഒക്കെ ചോദിക്കുമ്പോൾ കേന്ദ്രത്തിന് പണമില്ല. പക്ഷെ ഡൽഹിയിൽ ഫണ്ട് 0. പക്ഷേ ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ മാത്രം നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് ചാക്കിൽ കെട്ടിവരുന്നത്. ഈ നൂലിൽ കെട്ടി പണം ഇറക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ വികസനത്തിന് പണമില്ലെങ്കിലും സ്വന്തം നേതാക്കൾക്ക് കാശെറിയാൻ കേന്ദ്രത്തിന് ഒട്ടും മടിയില്ല. പക്ഷേ ആ പണം എറിഞ്ഞതിൽ കേന്ദ്രത്തിനുണ്ടായ വലിയ ലാഭം എന്നൊന്നും പറയാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പറയാൻ കഴിയില്ല. കാരണം നഷ്ടമാണ്. 12 കോടി ഇട്ടിട്ട് 3 സീറ്റ് കിട്ടിയത് വലിയ നഷ്ടം തന്നെയാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് കേന്ദ്രത്തിൽ നിന്ന് വന്ന ഫണ്ടിൽ ഏതാണ്ട് 12 കോടിയോളം രൂപ കാണാനില്ല എന്നാണ് സ്വന്തം അണികൾ തന്നെ പറയുന്നത്. തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ സമയത്ത് വാങ്ങിയ കൊടി, തൊപ്പി, ഷോൾ, എന്തിനധികം പറയുന്നു, നേതാക്കൾ പറന്നു നടന്ന ഹെലികോപ്റ്ററിന്റെ വാടകയിൽ വരെ ലക്ഷങ്ങളുടെ വ്യാജ ബില്ലുണ്ടാക്കി കമ്മീഷൻ അടിച്ചു എന്നാണ് പുതിയ ഗ്രൂപ്പിന്റെ ഫൈറ്റ്. പുതിയ ഗ്രൂപ്പല്ല, സ്വന്തം അണികൾ തന്നെയാണ് പറയുന്നത്. പാവ അണികൾ വെയിലത്ത് കിടന്ന് കൊടി പിടിക്കുമ്പോൾ മുകളിൽ നേതാക്കൾ ആ കൊടിയുടെ വകയിൽ കമ്മീഷൻ അടിച്ച് AC മുറിയിലിരുന്ന് തിന്നുകയാണ്. കളി അവിടെയും തീർന്നില്ല. ഫ്ലാഗ് സപ്ലൈ ചെയ്ത് കമ്പനിക്കാരാണ് 31 ലക്ഷം കമ്മീഷൻ കൊടുത്തു എന്ന ഓഡിയോ ക്ലിപ്പ് വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാറി നടക്കുന്നുണ്ട്. ഇതിലും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കച്ചവടം നടത്തുന്ന ഒരു പാവം വ്യാപാരിയുടെ GST നമ്പർ മോഷ്ടിച്ച് അയാൾ പാർട്ടിക്ക് കൊടി വിറ്റു എന്ന് കാണിച്ച് കോടികളുടെ വ്യാജ ബില്ലാണ് നേതാക്കൾ ചമച്ചത്. പക്ഷെ ഈ ഒരു ബുദ്ധിയൊക്കെ ഒരു പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാണിച്ചാണെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒക്കെ സീറ്റ് കിട്ടിപ്പോയനെ. മണ്ടത്തരം കൂടി കുറച്ചാൽ മതി. ഒടുവിൽ ആ പാവം വ്യാപാരി ജീവനും കൊണ്ട് പോലീസിൽ പരാതി നൽകേണ്ടി വന്നു. ഈ വൻ ഫണ്ട് തട്ടിപ്പ് വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നൽകിയ മറുപടി എന്താണെന്നറിയോ? പാർട്ടിയിൽ ഇലക്ഷന് ശേഷം എല്ലാം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയതാണ്. ഒരു ക്രമക്കേട് നടന്നിട്ടില്ല. സത്യമാണ്, നേതാക്കളാണല്ലോ. പാർട്ടി വളർച്ചയിൽ അസൂയുള്ള വിദേശ ശക്തികളുടെ വ്യാജ വാർത്തകളാണിത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ത് പറഞ്ഞാലും വിദേശ ശക്തി എന്നുള്ളൊരു വാക്ക് അദ്ദേഹത്തിന്റെ നാവിലെപ്പോഴും ഉണ്ട്. ഈ കോടികളുടെ വ്യാജ ബില്ല് നാട്ടുകാർ ലൈവായിട്ട് കാണുമ്പോൾ അധ്യക്ഷൻ പറയുന്നത് അതൊക്കെ വിദേശ ശക്തികളുടെ പണിയാണെന്നാണ്. മറുഭാഗത്ത് മുതിർന്ന നേതാവ് PK കൃഷ്ണദാസ് പറയുന്നത് ഞാൻ ആ സോഷ്യൽ മീഡിയയിലെ ഓഡിയോ ക്ലിപ്പുകൾ ഒന്നും കേട്ടിട്ടില്ല എന്നാണ്. BJPയിൽ എല്ലാം സുതാര്യമാണ്, അഴിമതിക്ക് അവിടെ സ്ഥാനമില്ല എന്നും അദ്ദേഹം തട്ടിവിട്ടു. ഓഡിയോ ക്ലിപ്പും വ്യാജ ബില്ലും സ്വന്തം അണികൾ തന്നെ ഡൽഹിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നും നേതാക്കൾ ഇപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിലുമാണ് ഇരിക്കുന്നത്. ഈ കോടികളുടെ ഫണ്ട് കിലുക്കം കേൾക്കുമ്പോഴാണ് നമ്മൾ പഴയ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ ശോഭാ സുരേന്ദ്രന്റെ മാസ സീൻ ഓർക്കേണ്ടത്. വോട്ട് പിടിക്കാൻ ഇറങ്ങിയപ്പോൾ വയോധികയായ ഒരു അമ്മായിക്ക് വെള്ള ഷോളിനടിയിൽ ഒളിപ്പിച്ച 5000 രൂപ കൊടുക്കാൻ നോക്കിയെന്നാണ് അന്ന് ചില ആരോപണം ഉണ്ടായിരുന്നത്. അത്രേ പറയുന്നുള്ളൂ കേട്ടോ. ക്യാമറ കണ്ടതും ശോഭ ചേച്ചി കാറിൽ നിന്ന് ഇറങ്ങി സിംഗത്തെ പോലെ ഗർജിച്ചു. കാറിലിരിക്കുകയായിരുന്ന ശോഭ ചേച്ചി വെളിയിലിറങ്ങി എന്തിനാടാ എന്നെ വീഡിയോ എടുക്കുന്നത്, ക്യാമറ മാറ്റടാ, അടിച്ച് മുഖം തിരിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞാണ് അന്ന് മാസ് ഡയലോഗ് അടിച്ചത്. പണം കൊടുത്തത് വോട്ട് വാങ്ങാനാണെന്ന് എതിരാളികൾ ഉറപ്പിച്ചു പറയുമ്പോൾ BJP നേതാക്കൾ പറഞ്ഞത് അത് അമ്മാമിക്ക് മരുന്ന് വാങ്ങാൻ സ്നേഹത്തോടെ തന്നതാണ് എന്നാണ്. എന്തായാലും ഇതിന് പിന്നിൽ കോൺഗ്രസിന്റെ വലിയൊരു സ്ക്രിപ്റ്റ് ആണ് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ ആ സംശയം ശരിയാണ് എങ്കിലും ഞാൻ പറയുന്നതല്ല, പലരും അത് ശരിയാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും മരുന്ന് വാങ്ങാൻ 5000 രൂപ ഷോളിനടിയിൽ ഒളിപ്പിച്ച് നൽകുന്ന ആ ഒരു BJP കാരുണ്യം നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം നല്ല കാര്യമാണ്. 5000 രൂപ എനിക്കും തന്നായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പുണ്യപ്രവർത്തനമായേനെ. എന്തായാലും ഈ കേന്ദ്രം കൊടുത്ത 12 കോടി വെച്ച് കൊടിയും തൊപ്പിയുമാണ് വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. ആ ഒരു കൊടിയോ തൊപ്പിയോ ഷോളോ എന്തെങ്കിലുമൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ ഒന്ന് മറിച്ച് വിൽക്കാമായിരുന്നു. കാരണം കുറച്ച് പൈസ കിട്ടിയാനേ. പാർട്ടിയുടെ ഈ ഒരു ഇരട്ടത്താപ്പ് കണ്ടിട്ട് താഴെ തട്ടിൽ പണിയെടുക്കുന്ന പാവം അണികൾക്ക് പോലും ഇപ്പോൾ തലയിൽ കൈവയ്ക്കേണ്ട അവസ്ഥയാണ്. അവർ വെയിലത്ത് കിടന്ന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ മുകളിലിരുന്ന വലിയ നേതാക്കൾ ബാങ്ക് ലോണുകൾ പെട്ടെന്ന് അടച്ചു തീർക്കുന്നു, ലക്ഷങ്ങളുടെ ആഡംബര വണ്ടികൾ വാങ്ങിക്കൂട്ടുന്നു. ഇതൊക്കെ സ്വന്തം അണികൾ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ, മറ്റാരുമല്ല.
സംഭവം കൈവിട്ടു പോയതോടെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ ദേശീയ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി BL സന്തോഷിന് കൃത്യമായ തെളിവുകളോടെ പരാതി അയച്ചു കൊടുത്തിട്ടുണ്ട്. 5 തരം വലിയ ഫണ്ട് തട്ടിപ്പുകളാണ് ഈ കത്തിൽ അണികൾ അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് സൗജന്യമായിട്ട് കിട്ടിയ ഫ്ലാഗുകൾക്ക് വരെ വ്യാജ കമ്പനിയുടെ പേരിൽ ബില്ലുണ്ടാക്കി കാശ് തട്ടി എന്നാണ് പ്രധാന ആരോപണം. അപ്പൊ ഫ്ലാഗ് ഫ്രീ ആയിരുന്നു എന്നത് മനസ്സിലായി. ഇനി നമുക്ക് പഴയ ബഡ്ജറ്റ് കാര്യത്തിലേക്ക് വരാം. കേരളത്തിൽ ഒരു വിപത്തുണ്ടായാലോ അല്ലെങ്കിൽ വികസന പദ്ധതികൾക്കോ കേന്ദ്രത്തോട് ഫണ്ട് ചോദിച്ചാൽ ഭരണഘടനയും നിയമവും പറഞ്ഞ് ഫണ്ട് തരംതിരിക്കുന്നവർ ഈ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി മാത്രം കോടികൾ ഒഴുക്കുന്നത് എന്തിനാണ് മനസ്സിലാകുന്നില്ല. എന്നാ വല്ലതും കിട്ടിയോ അതും ഇല്ല. ആകെ 3 സീറ്റും കിട്ടി, അടപടലം താഴെ പോയി അവിടെ ഇരിക്കുന്നു. ഈ ജനങ്ങളുടെ നികുതി പണം വികസനത്തിന് നൽകാതെ സ്വന്തം പാർട്ടി നേതാക്കൾക്ക് ഇങ്ങനെ കമ്മീഷൻ അടിക്കാൻ വിട്ടുകൊടുക്കുന്ന ഈ ഒരു പരിപാടിക്ക് എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഈ സംസ്ഥാന BJPയിലെ ഗ്രൂപ്പ് പോര് കാരണം ഈ ഒരു ഓഡിയോ ക്ലിപ്പും അതുപോലെ തന്നെ വ്യാജ GST ബില്ലുകളും ഓരോന്നായിട്ട് പുറത്തു വരുമ്പോഴും കേന്ദ്ര നേതൃത്വം ഇപ്പോഴും കുറ്റകരമായിട്ടുള്ള മൗനത്തിലാണ്. അഴിമതിക്കെതിരെ പോരാടുമെന്ന് പ്രസംഗിക്കുന്ന വലിയ നേതാക്കൾ സ്വന്തം പാർട്ടിയിലെ 12 കോടിയുടെ തട്ടിപ്പ് കണ്ടില്ല എന്ന് നടിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാൽ GST അടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദിവസം വൈകിയാൽ ഫൈൻ അടയ്ക്കണം. എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്കോ സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെയും GST നമ്പർ ഉപയോഗിച്ച് കോടികളുടെ വ്യാജ ബില്ല് ചമയ്ക്കാം. ആരും ചോദിക്കാനില്ല, ചോദിച്ചാൽ ആരും മിണ്ടത്തുമില്ല. ഈ വികസന ഫണ്ട് ചോദിച്ചാൽ തരാതെ ഇലക്ഷൻ ഫണ്ട് ഒഴുക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചും നേതാക്കളുടെ ഈ ഒരു മാസ് മറുപടികളെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശോഭ ചേച്ചി പാലക്കാട് കൊടുത്തത് മരുന്നിനുള്ള കാശ് തന്നെ ആയിരുന്നോ എന്നതാണ് ഇപ്പോൾ നിൽക്കുന്ന ചോദ്യം. എന്തായാലും സ്വന്തം അണികൾ ഉറപ്പിച്ചു പറയുമ്പോൾ ഒരു കാര്യം സത്യമായിരിക്കും. ഈ 12 കോടിയുടെ കൊടിയും ഷോളും ഹെലികോപ്റ്റർ യാത്രയൊക്കെ വ്യാജമാണെന്ന് പറയേണ്ടി വരും. എന്തായാലും BJP നേതാക്കൾ ഇത്രയും ബുദ്ധി ഉപയോഗിച്ച് GST മറ്റൊരാളുടെ പേരിൽ ആക്കി അല്ലെങ്കിൽ അയാളുടെ പേരിലുള്ള GST നമ്പർ ഉപയോഗിച്ച് ഈ ഫണ്ട് തട്ടിപ്പ് നടത്തുമ്പോൾ അത്രയും ബുദ്ധി പോലും വേണ്ടായിരുന്നു ഒരു സീറ്റ് കൂടി നിങ്ങൾക്ക് പിടിക്കാൻ. എന്തായാലും സീറ്റിന്റെ പേരും പറഞ്ഞ് കേന്ദ്രത്തിൽ നിന്ന് നല്ല ഫണ്ട് കിട്ടി ആ ഫണ്ട് കമ്മീഷൻ അടിച്ചത് ഇപ്പോൾ BJPയിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി BJP വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ളത് എല്ലാവരും തീരുമാനിക്കട്ടെ. സ്വന്തം അണികളെ പോലും തഴയുന്ന ഈ നേതാക്കൾക്ക് നല്ല പണി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.